ദൈവനിയോഗത്തിന്റെ പൂർത്തീകരണം ദർശിക്കാവുന്ന ചില മനുഷ്യരുണ്ട്. ആശാന്റെ വാക്കുകൾ കടമെടുത്താൽ അന്യജീവനുതകീ സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. സമൂഹത്തിന്റെ, നാടിന്റെ, രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി സ്വജീവിതം മാറ്റിവെക്കുന്ന വ്യക്തികൾ. അന്യരുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ ഉയർച്ചയാണ് അവരുടെ നേട്ടം. 1916 ഫെബ്രുവരി 1 പത്തനംതിട്ടയിലെ കല്ലൂർപ്പാറയിൽ ദൈവനിയോഗത്തിന്റെ പൂർത്തീകരണം സാധ്യമാക്കാൻ അങ്ങനെ ഒരാൾ ജനിച്ചു. അദ്ദേഹത്തിന്റെ പേര് വർഗീസ് എന്നായിരുന്നു. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതിനോടകം വെളിച്ചത്തിന്റെ വിളക്ക് സമ്മാനിച്ച, അറിവിന്റെ ആഴക്കടൽ കൈക്കുമ്പിളിൽ കൊണ്ടു നൽകിയ, അനേകായിരങ്ങൾക്ക് തൊഴിലിന്റെ സുരക്ഷിതത്വം തീർത്ത സർവോദയ എന്ന വിദ്യാലയത്തിന്റെ സ്ഥാപകനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയായിരുന്നു അത്. ജീവിതകാലം മുഴുവൻ വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോളേജുകളിലൊന്നായ മാർ ഇവാനിയോസ് കോളേജിലെ ആദ്യ പ്രിൻസിപ്പാളായിരുന്നു അദ്ദേഹം. 1953 ജനുവരി 29 മാർ ഇവാനിയോസ് തിരുമേനിയുടെ കൈകളാൽ അദ്ദേഹം ബിഷപ്പായി സമർപ്പിക്കപ്പെട്ടു. ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് എന്ന പേര് സ്വീകരിച്ചു. ഇവാനിയോസ് പിതാവിന്റെ കാലശേഷം 1955 അദ്ദേഹം സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ 2ാമത്തെ മെത്രോപൊലീത്തോ ആർച്ച് ബിഷപ്പായി. തിരുവനന്തപുരം മാർ തിയോഫിലോസ് കോളേജും ഗ്രിഗോറിയോസ് ആർട്സ് കോളേജും സ്ഥാപിച്ച അദ്ദേഹം 1973 സ്ഥാപിച്ചതാണ് സർവോദയ വിദ്യാലയ. സർവോദയ വിദ്യാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആർഷഭാരതം ബഹുമാനിക്കുന്ന എല്ലാ മൂല്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ലളിതമായ ജീവിതം, ഉന്നതമായ ചിന്ത, ആഴമായ ഈശ്വര വിശ്വാസം, സമസൃഷ്ടികളോടുള്ള സ്നേഹം, കഠിനമായ അധ്വാനം, ഈ ആദർശങ്ങൾക്കെല്ലാം വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്കൂൾ ആയിരിക്കണമെന്ന് കരുതിയാണ് ഇതിന് സർവോദയ വിദ്യാലയ എന്ന പേര് നൽകിയിരിക്കുന്നത്. സിവിൽ സർവീസ് എന്ന സ്വപ്ന നേട്ടത്തിലേക്ക് സർവോദയ കൈപിടിച്ചുയർത്തിയ ഒരുപാട് പേരിൽ ഇക്കൊല്ലവും ഒരാളുണ്ടായിരുന്നു. 307ാം റാങ്കുമായി മെർലിൻ സീദാസ്. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ്, കൊല്ലം ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയും സ്ഥാപിച്ചത് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയായിരുന്നു. ചില മുഹൂർത്തങ്ങൾ വേദനയാണ്, എന്നാൽ അനിവാര്യമായത്. ദൈവം തന്നെ ഏൽപ്പിച്ച ഓരോ ദൗത്യവും ഏറ്റവും കൃത്യതയോടെ, കൃതജ്ഞതയോടെ നടപ്പിലാക്കിയ ആ പുണ്യാത്മാവ് 1994 ഒക്ടോബർ 10 ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് യാത്രയായി. തന്റെ കർമ്മമണ്ഡലത്തിലൂടെ അനശ്വരനായി തീർന്ന ആ മനുഷ്യന്റെ പുണ്യശരീരം തിരുവനന്തപുരം ജില്ലയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ വിശ്രമം കൊള്ളുന്നു. അസ്തമിക്കാത്ത ആ പുണ്യഗേഹത്തിന്റെ വെളിച്ചം ഇന്നും അനേകായിരങ്ങളെ ജീവിത വിജയത്തിന്റെ പടവുകൾ കീഴടക്കാൻ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥി മലങ്കര മേജർ സെമിനാരി റെക്ടർ റവറൻഡ് ഡോക്ടർ സണ്ണി മാത്യു കാവുള, പ്രിയ ബഹുമാനപ്പെട്ട ബെസ്സ റവറൻഡ് ഫാദർ കോശി ചിറക്കരോട്ട്, വൈസ് പ്രിൻസിപ്പൽ, കെയറിൻ ടീച്ചർ, ആനിമേറ്റേഴ്സ്, ടീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സർവോദയ വിദ്യാലയത്തിന്റെ സ്ഥാപകനായ അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തിട്ട് ഇന്നേക്ക് 27 വർഷം പൂർത്തിയാവുകയാണ്. മലങ്കര കത്തോലിക്ക സഭാംഗങ്ങളെ മാത്രമല്ല എല്ലാ ജനതകളെയും അതീവ ദുഃഖത്തിലാക്കിയ ദിവസമായിരുന്നു 1994 ഒക്ടോബർ 10 സഭയുടെ സൂര്യൻ അസ്തമിച്ച ദിവസം. ജനങ്ങൾക്ക് അദ്ദേഹം വെളിച്ചമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുമേനിയുടെ ജീവചരിത്രം എഴുതിയ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പീറ്റർ സി എബ്രഹാം പുസ്തകത്തിന് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് ജനതകളുടെ വെളിച്ചം എന്ന പേര് നൽകിയത്. പ്രസ്തുത ഗ്രന്ഥത്തിൽ വിദ്യാഭ്യാസത്തെപ്പറ്റിയുള്ള തിരുമേനിയുടെ കാഴ്ചപ്പാട്
ഇപ്രകാരമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്: നിങ്ങൾ 1 കൊല്ലത്തേക്കാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ വിത്ത് പാകുക. 10 കൊല്ലത്തേക്കാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. എന്നാൽ 100 കൊല്ലത്തേക്കാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ വിദ്യ അഭ്യസിക്കുക, വിദ്യാഭ്യാസത്തിനു വേണ്ടി മുതൽ മുടക്കുക. അഭിമന്യ തിരുമേനിയെക്കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണത്തിനായി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഉള്ളത് മലങ്കര മേജർ സെമിനാരിയുടെ റെക്ടറായ റവറൻഡ് ഡോക്ടർ സണ്ണി മാത്യു കാവുവിള അച്ഛനാണ്. റോമിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ന്യൂയോർക്ക് ആർച്ച് ഡയോസിസിൽ ചാൻസലറായി പ്രവർത്തിക്കുകയും ചെയ്ത പണ്ഡിതനായ ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് അനുസ്മരണ പ്രഭാഷണമായി കിട്ടിയത് ഭാഗ്യമായി കരുതുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ ബസാർ ബഹുമാനപ്പെട്ട കോശി ചിരക്കരോട്ട് അച്ഛൻ സ്കൂളിന്റെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് നിയന്ത്രിക്കുന്നത് മൂലം എല്ലാം വളരെ ചിട്ടയായി നടക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രഭാഷണത്തിനു ശേഷം ദി സർവോ ഹെറാൾഡ് എന്ന ഓൺലൈൻ മാസികയുടെ പ്രകാശനം നടത്തുന്നു. അതിന്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള സുധ സുരേഷ് കുമാർ ടീച്ചർ, സൗമ്യ MS ടീച്ചർ, ആർച്ച BS, പ്രേമദ BS, മഹിമ ജോജി, ടാനിയ സോഫി ജോസ്, നന്ദന ആവി, ഖദീജ സാഫർ, ക്രിസ്ത്യൻ കുര്യൻ ജോസഫ്, ഗൗതം MR എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ടെറിൻ ജോസഫ് ടീച്ചർ, ആനിമേറ്റേഴ്സ്, ടീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, പ്രിയ കുട്ടികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സണ്ണി മാത്യു കാവുവിള അച്ഛനെ അനുസ്മരണ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ ആദരണീയനായ പ്രിൻസിപ്പൽ GMT ജോസഫ് സാർ, ലോക്കൽ മാനേജർ ഏറ്റവും ബഹുമാനപ്പെട്ട കോശിയച്ചൻ, വൈസ് പ്രിൻസിപ്പൽ ടെറിൻ ജോസഫ് ടീച്ചർ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥിനികളെ, മാതാപിതാക്കളെ, മറ്റ് സഹോദരങ്ങളെ, ഈ വിദ്യാലയത്തിന്റെ ഫൗണ്ടേഴ്സ് ഡേ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ആശംസിക്കുകയാണ്. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തിട്ട് ഇന്ന് 27 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ആ പുണ്യപിതാവിനെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ ഫൗണ്ടേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള 2 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ പ്രകൃതി സ്നേഹിയായിരുന്നു എന്നും ഈ പ്രകൃതിയെയും മണ്ണിനെയും ഒക്കെ സ്നേഹിക്കുകയും കരുതുകയും ഇതിന്റെ പവിത്രത ഒട്ടും നഷ്ടപ്പെടാതെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം എന്ന ഒരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തോടുകൂടി ലോകത്തിലെ സന്മനസ്സുള്ള എല്ലാ മനുഷ്യരും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി. എന്നാൽ അതിനും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഇക്കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഇന്ന് ഞാൻ മറ്റ് 2 കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, മനുഷ്യന്റെ സമഗ്ര വികസനമാണ് ഗ്രിഗോറിയോസ് തിരുമേനി സ്വപ്നം കണ്ടിരുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ആത്മാവ് മാത്രമുള്ള ഒരു യാഥാർത്ഥ്യമല്ല, വെറും ശരീരം മാത്രമുള്ള ഒരു ജീവിയുമല്ല. ആത്മാവും ശരീരവും കൂടി ഒരുമിച്ച് ചേരുന്നതാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ സമഗ്രമായി വളരണം, ഒരു സമഗ്ര വിമോചനത്തിലേക്ക് അവൻ എത്തണം എന്നുള്ള ഒരു വലിയ ഉൾക്കാഴ്ച തിരുമേനിക്കുണ്ടായിരുന്നു. അതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ നോക്കി കണ്ടത്. ഈ അനന്തപുരിയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതെല്ലാവർക്കും ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി
താല്പര്യമുള്ള എല്ലാവരും വന്ന് പഠിക്കട്ടെ, നല്ല വിദ്യാഭ്യാസം സ്വീകരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം അദ്ദേഹം സ്ഥാപിച്ചത്. ഇതിന്റെ വളർച്ചയ്ക്ക് ഊടും പാവം എല്ലാം അദ്ദേഹം കൊടുത്തത്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അത് എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഇരേനോസിന്റെ ഒരു സെന്റൻസ്, "Man fully alive is the glory of God. Man fully alive is the glory of God." അങ്ങനെ മനുഷ്യരെ സമഗ്ര വിമോചനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുമേനി ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളൊരു മനുഷ്യന് ഒരു മീൻ കൊടുത്താൽ അവരുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അതേസമയം നിങ്ങൾ അവനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ അവന്റെ ജീവിതകാലം മുഴുവൻ സ്വന്തം കാര്യം നോക്കിക്കൊള്ളും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. രണ്ടാമത്, അദ്ദേഹം ഒരു വലിയ വിദ്യാഭ്യാസ വിദഗ്ധനായതിന്റെ രഹസ്യം അദ്ദേഹം എന്നും ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. തിരുമേനി അടിസ്ഥാനപരമായി ഒരു ഇക്കോണമിസ്റ്റ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു എന്ന് നമുക്കറിയാം. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ 1-ാം റാങ്കോടുകൂടിയാണ് അദ്ദേഹം പാസ്സായത്. അതിനുശേഷം മാർ ഇവാനിയസ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്രമാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. പക്ഷേ അതേസമയം മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ അവാർത്ഥമായ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു മാർ നിക്കോളാസ് തിരുമേനി. റോമിൽ ചെല്ലുമ്പോൾ ഔദ്യോഗികമായി സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിമാർ ഔദ്യോഗികമായി സംസാരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ലത്തീൻ ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നത്. അത്രമാത്രം പാണ്ഡിത്യം ലത്തീൻ ഭാഷയിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത അവസാന കാലത്ത് അദ്ദേഹം രാഷ്ട്രഭാഷയായ ഹിന്ദി പഠിക്കുന്ന തിരക്കിലായിരുന്നു. ജീവിതം മുഴുവൻ ഒരു പഠനമാക്കി മാറ്റുക, ജീവിതം മുഴുവൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുക എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് ധാരാളം ആളുകൾ നല്ല ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളവർ തന്നെ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ പഠനവും വായനയും ഒന്നും വേണ്ട എന്ന് കരുതുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തിരുമലയെ പോലുള്ള ആളുകൾ നമ്മെ ഒരുപാട് ഉത്തേജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നും വിദ്യാർത്ഥിയായിരിക്കാൻ, ഒരു നല്ല വിദ്യാർത്ഥിക്ക് മാത്രമേ ഒരു നല്ല അധ്യാപകനാകാൻ സാധിക്കൂ. ഒരു നല്ല അധ്യാപകൻ ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥി ആയിരിക്കുകയും ചെയ്യും. ഇന്ന് ഫൗണ്ടേഴ്സ് ഡേ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ നല്ല ദിവസത്തിന്റെ എല്ലാ ഭാവങ്ങളും മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു. തിരുമേനി ആഗ്രഹിച്ചതുപോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനവും ഇതിന് ഫലം എടുക്കുന്ന നാം എല്ലാവരും കൂടുതൽ വളർച്ചയിലേക്ക് എത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ഒരിക്കലും ജരാതരകൾ ബാധിക്കാതെ എന്നും നിത്യ യൗവനമായി ഇരിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. We are very happy to release the Servo Herald. It is a tri-annual digital newsletter and it is the revival of the Home Herald. It comprises of 21 pages filled with the artistic and literary creativity of the students. For the sports fanatics, there is a sports page. For the artists of our generation, there is a wonderful palette to be admired, an important milestone. Servo Herald has provided a platform for the students to express themselves in their own ways. This magazine most definitely would not have been a success without the constant support of our wonderful teachers. Now, I would like to invite the chief guest, Reverend Dr. Sunny Matthew, to release the e-newsletter on the Sense board.
Father. I also invite our principal to hand out the hard copy of the newsletter to the bursar. Thank you, sir. I would also like to thank each and every one of you for your wonderful cooperation. It is with immense joy and gratitude I am here with you today on the great day of the revered memory of our founder, the late Archbishop Benedict Mar Gregorius. Reverend Dr. Sunny Matthew, the rector of Malangara Major Seminary, has consented to come over and give us a message on this great day. I am so happy that he is an apt person to talk with us today. On behalf of the whole school, I extend a very hearty thanks to Reverend Dr. Sunny Matthew. Father, thank you very much. And also I would like to extend my heartfelt thanks to our principal, Dr. James T. Joseph, who coordinates everything here, being the head of the institution, joined with the vice principal, Mrs. Terrin Joseph, who is a helping hand and support to the principal and to the school. I extend my heartfelt thanks on this great day to you both. Again, I have to thank the program coordinator, Mr. Thomas K. He is our teacher, and he does it very interestingly and very carefully, giving attention to all the students and making them interested in participating in these programs. A very heartfelt thanks to Mr. K. Thomas. Also, there are a lot of other teachers and students who helped out making this video and conducting this program. Mr. Robin sir, Mr. Anandu sir, and Mr. Sanchit, and all the students who spared their time and willingly came over here for this program. I extend my heartfelt thanks on behalf of the whole school to you all. Late Archbishop Benedict Mar Gregorius was a man of vision, great vision, especially in the field of education, where he concentrated, and his thought was only through education the poverty can be erased from our city, our state, and our country. That's why he gave prominence in all his services. He gave prominence to education. And still, Sarvodaya Vidyalaya is committed to fulfill his vision. May God bless you all. Thank you.